ലോകപ്രശസ്ത സംഗീതജ്ഞനാണ് ലഡ്വിഗ് വൻ ബീതോവൻ. പ്രതിസന്ധികളുടെ ജീവിതത്തെ സംഗീതമയമാക്കി ലോകത്തിന് കൂടുതൽ സൗന്ദര്യം പകർന്ന ഒരാൾ. 1770 ഡിസംബർ 16 ജർമ്മനിയിലെ ബോണിലായിരുന്നു ജനനം. പിതാവ് ജോഹൻ വനും ഒരു സംഗീതജ്ഞനായിരുന്നു. സംഗീതജ്ഞനായിരുന്ന മുത്തച്ഛൻ്റെ പേര് തന്നെയാണ് ബീതോവനും ലഭിച്ചത്. അമ്മയും 2 സഹോദരന്മാരും അടങ്ങുന്ന കുടുംബം. പിതാവായ ജോനും ക്രിസ്ത്യൻ ഹോട്ട്ലാബ് എന്ന മറ്റൊരു സംഗീതജ്ഞനും ബീതോവന് സംഗീത പാഠങ്ങൾ പകർന്നുകൊടുത്തു. പിയാനോയിലും വയലിനിലും അദ്ദേഹം പ്രാഗൽഭ്യം നേടി. 1792 അദ്ദേഹം വിയന്നയിലേക്ക് പോയി. അവിടെ ജോസഫ് ഹൈഡൻ എന്ന പ്രഗത്ഭ സംഗീതജ്ഞന് കീഴിൽ ഉന്നത പഠനം നടത്തി. അമേദ്യൂസ് മൊസാർട്ട് എന്ന വിശ്വവിഖ്യാതനായ ഓസ്ട്രിയൻ സംഗീതജ്ഞന്റെ സംഗീതവും ബീതോവനെ ഏറെ സ്വാധീനിച്ചു. അങ്ങനെ അന്നുവരെ ഉണ്ടായിരുന്ന ക്ലാസിക്കൽ സംഗീതത്തിന് അദ്ദേഹം മൊസാർട്ടിനെ പിന്തുടർന്ന് പുതിയൊരു മാനം നൽകി. എന്നാൽ 1796 ആയപ്പോഴേക്കും ബീതോവന്റെ കേൾവിശക്തി നഷ്ടപ്പെടാൻ തുടങ്ങി. ഇത് ബീതോവനെ അസ്വസ്ഥനും ഏകാഗിയും വിഷാദവാനുമാക്കി. തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സംഗീതം കേൾക്കാനാകാതെ വരുന്നത് ബീതോവന് എല്ലാ സഹനങ്ങൾക്കും അപ്പുറമായിരുന്നു. അദ്ദേഹം ആത്മഹത്യാ മുനമ്പിൽ വരെ എത്തിച്ചേർന്നു. എന്നാൽ മാധുര്യത്തിൻ്റെ കടന്നാക്രമണത്തിലും തൻ്റെ സംഗീത വഴി ഈ പ്രതിഭ ഉപേക്ഷിച്ചില്ല. അന്തരംഗശ്രുതിയിൽ ശ്രദ്ധയൂന്നി നിരവധി സംഗീത ശില്പങ്ങൾ തീർത്തു ബീതോവൻ. വൈകാരിക സംഘർഷങ്ങൾക്കിടയിലും അദ്ദേഹം സംഗീതത്തെ അഗാധമായി സ്നേഹിച്ചു. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി, വ്യക്തിബന്ധങ്ങളുടെ ഉലച്ചിൽ എന്നിവയെല്ലാം ബീതോവനെ ബാധിച്ചിരുന്നു. കാറ്റ് വീശിയടിക്കുമ്പോൾ ആടിയുലയുന്ന പൈൻ മരങ്ങൾക്ക് ഇടയിലൂടെ നടക്കുന്ന ബീതോവൻ, പെരുമഴച്ചാർത്തിൽ ഉടലും ഉയിരും നനഞ്ഞൊലിച്ച് പാതയിലൂടെ നീങ്ങുന്ന ബീതോവൻ, പക്ഷികൾ പാടുന്ന മരത്തിൽ ചെകിട് ചേർത്ത് വച്ച് സംഗീതമാതൃകളെ ആവാഹിക്കുന്ന ബീതോവൻ, പിയാനോവിലേക്ക് തലചേർത്ത് വച്ച് രാവേറെയായിട്ടും സംഗീതത്തെ സൃഷ്ടിക്കുന്ന ബീതോവൻ. ഒരു പ്രതിഭയുടെ വൈകാരിക വിക്ഷുബ്ധതകൾ എല്ലാം ബീതോവനിൽ ഉണ്ടായിരുന്നു. പ്രകൃതിയിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ഏകാന്തതയിൽ നിന്ന് ബീതോവൻ സംഗീതം കണ്ടെടുത്തു. എല്ലാ പ്രാതികൂല്യങ്ങളെയും അതിജീവിച്ചു. ബീതോവന്റെ സിംഫണികൾ ലോകം കൊണ്ടാടി. 3-ാം സിംഫണി, 5-ാം സിംഫണി, 9-ാം സിംഫണി എന്നിവയും, മൂൺലൈറ്റ് സൊനാറ്റ, അപ്പാഷനേറ്റ, എംപറർ എന്നിവയും തുടങ്ങി നിരവധി സംഗീത വിരുന്നുകൾ സമ്മാനിച്ച് അദ്ദേഹം ഈ ഭൂമി ജീവിതത്തെ സുന്ദരതരമാക്കി. 1827 മാർച്ച് 26 ബീതോവൻ അന്തരിച്ചത്. കരൾ രോഗവും മഞ്ഞപ്പിത്തവും ബാധിച്ച് 56-ാമത്തെ വയസ്സിൽ. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രസാധകൻ 12 കുപ്പി വീഞ്ഞ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. അത് കണ്ട് ബീതോവൻ പറഞ്ഞു, കഷ്ടം, നിങ്ങളേറെ വൈകിപ്പോയി.